ക്ഷേത്രവാസ്തുവിന്റെ രണ്ടാമത്തെ ബാച്ചാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ് നടത്തുന്നത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനമാണ്, തിരുവനന്തപുരത്താണ്. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഗുരുനാഥൻ രാധാകൃഷ്ണൻ സാറാണ്. രാധാകൃഷ്ണൻ സാറിനെ ഞാൻ ക്ലാസ് എടുക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാലോ? കേൾക്കാം. വാസ്തുപുരുഷം വന്ദേ സർവദിക് പരിവേഷ്ടിതം ശിരസാധാരയം ഭൂമി പാതുന സർവദ പ്രഭു. തദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്രവാസ്തുവിന്റെ രണ്ടാമത്തെ ബാച്ചാണ്. ഇതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ആമുഖം നൽകുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ക്ഷേത്രവാസ്തുവിന്റെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ ക്ലാസ്സുകളിൽ കൈകാര്യം ചെയ്യും. അതിന്റെ ഒരു ആമുഖം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പ്രധാനമായിട്ടും ക്ഷേത്രവാസ്തു എന്നുള്ള സങ്കല്പം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ വാസ്തു എന്നതിനെ കുറിച്ച് പൊതുവെ ഒരു ധാരണ ഉള്ളവരായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പറഞ്ഞാല് വേദങ്ങൾ മൂലമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും ദർശനങ്ങളും എന്ന പോലെ തന്നെ വാസ്തുശാസ്ത്രം അഥവാ വാസ്തുവിദ്യ എന്നുള്ളതും ഭാരതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിർമ്മാണ ശാസ്ത്രമാണ്. അത് വേദകാലം മുതലേ ആരംഭിച്ചതാണ്. ഋഗ്വേദത്തിൽ വാസ്തോഷ്പതി എന്ന് പറഞ്ഞിരിക്കുന്ന ദേവനെ കുറിച്ചിട്ടും അദ്ദേഹത്തിനെ തോഷിപ്പിക്കേണ്ട വിധങ്ങളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്. പിന്നീട് അഥർവവേദത്തിന്റെ ഉപവേദമായിട്ടുള്ള സ്തപത്യവേദം എന്നതിലൂടെ ആ ശാസ്ത്രം മുന്നോട്ട് ഒരുപാട് പ്രയാണം ചെയ്തു. പിൽക്കാലത്ത് ആ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ആ ഒരു വിദ്യയെ മുന്നോട്ട് നയിക്കുന്നതിനായിട്ട് ആചാര്യന്മാരെ നിരവധി പ്രമാണ ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രമാണ ഗ്രന്ഥങ്ങളിലൂടെ ഈ ശാസ്ത്രം മുന്നോട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ വാസ്തു എന്നുള്ള പദം കൊണ്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, സംസ്കൃതത്തിലെ വസ് എന്നുള്ള ധാതുവിൽ നിന്നുണ്ടായിട്ടുള്ള പദമാണ്. വസ് എന്ന വാക്കിന് ടു ലീവ്, താമസിക്കുക എന്നതാണ് അർത്ഥം. അപ്പൊ ആ ധാതുവിൽ നിന്നുണ്ടായ വാക്കിനെ താമസിക്കപ്പെട്ട അടിസ്ഥാനപരമായിട്ട് ഉൾക്കൊള്ളുന്നത് എന്ന അർത്ഥം വരുന്ന എല്ലാ പദങ്ങളും എല്ലാ അർത്ഥങ്ങളും അതിൽ വന്നു ചേരുകയാണ്. തുടർന്ന് ആചാര്യന്മാർ വാസ്തു എന്ന പദത്തിന്റെ നിർവചനം പറയുന്ന സമയത്ത് വിവിധ ആചാര്യന്മാര് വിവിധ ഗ്രന്ഥങ്ങളില് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്കിലും അതിൽ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനം, അത് മയമുനിയ രചിക്കപ്പെട്ട മയമതം എന്ന ഗ്രന്ഥത്തിന്റെ ആരംഭത്തിലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മർത്യാശ്ച അമർത്യാശ്ച എത്ര വസന്തി തത് വാസ്തു. മർത്യന്മാരും അമർത്യന്മാരും യാതൊരിടത്ത് താമസിക്കുന്നുവോ അത് വാസ്തുവാകുന്നു. പ്രത്യക്ഷത്തിൽ അത് ഒരു നിർമ്മാണ ശാസ്ത്രമാണ് എങ്കിൽ കൂടി അതൊരു ആലയ വാസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് വിവിധ ആചാര്യന്മാര് ശ്രീകുമാരന്റെ ശില്പരത്നം എന്ന ഗ്രന്ഥത്തില് അദ്ദേഹം പറയുന്നുണ്ട്, സ്ഥാവരാവ ജംഗമാവ ഏ സന്ധി ഭുവനത്രയെ. ഈ മൂന്ന് ലോകങ്ങളിലും സ്ഥാവരവും ജംഗവുമായിട്ട് യാതൊന്നുണ്ടോ അതെല്ലാം വാസ്തുവാണ്. കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ള ഒരു ഐഡിയ ആണ് അദ്ദേഹത്തിന്റെ. അതോടൊപ്പം കൗടില്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലെ വാസ്തുവിനെ പറ്റി പറയുമ്പോൾ ഓരോ നിർമ്മാണത്തിനെയും എടുത്തെടുത്ത് പറഞ്ഞിട്ടാണ്. ഗൃഹം, ക്ഷേത്രം, ആരാമം, തടാകം, സേതുബന്ധം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയും നാമത സൂചിപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ വിന്യാസക്രമത്തെ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ വാസ്തുശാസ്ത്രം അഥവാ വാസ്തുദർശനം അല്ലെങ്കിൽ വാസ്തുവിദ്യ എന്നുള്ളത്
അടിസ്ഥാനപരമായിട്ട് 4 വിഭാഗത്തെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതിനെ ആചാര്യന്മാര് ഇപ്രകാരമാണ് തരംതിരിച്ചിട്ടുള്ളത്: ഭൂ, ഹർമ്മ്യം, യാനം, ആസനം എന്നിങ്ങനെ. അപ്പോ ഭൂവാസ്തു, ഹർമ്മ്യവാസ്തു, യാനവാസ്തു, ആസനവാസ്തു എന്നിങ്ങനെ 4 തരത്തില് പ്രധാനമായിട്ടും വാസ്തുവിനെ തരംതിരിക്കാം എന്ന് വരുന്നു. അതിൽ തന്നെ ഭൂവാസ്തു എന്നുള്ളത് ഭൂമിയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് സ്ഥിരമായതും ആശ്രയം നൽകുന്നതുമായിട്ടുള്ള ഭൂപ്രകാരങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെല്ലാത്തിനെയും ഭൂവാസ്തു എന്ന് പറയാം. നിർമ്മാണത്തിൽ ഭൂമിയുടെ ലക്ഷണങ്ങളെ കുറിച്ചും ഭൂമിയെ കുറിക്കുന്ന നിരീക്ഷണ പരീക്ഷണങ്ങളെ കുറിച്ചെല്ലാം പ്രധാനമായിട്ടും പരാമർശിക്കപ്പെടുന്നത് ഈ ഭാഗത്തിലാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, ഒരു വിഭാഗം എന്ന് പറയുന്നത് ഹർമ്മ്യവാസ്തുവാണ്. ഹർമ്മ്യം എന്നതിനെ ആലയം, ഗൃഹം, ഭവനം, അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാ കെട്ടിടങ്ങൾ എന്ന അർത്ഥത്തില് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. വീടുകള്, ക്ഷേത്രങ്ങള്, ക്ഷേത്ര സംബന്ധിയും ഗൃഹസംബന്ധിയുമായിട്ടുള്ള ഉപാലയങ്ങള്, മറ്റ് കെട്ടിടവുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മിതികളും ഹർമ്മ്യവാസ്തുവിലാണ് ഉൾക്കൊള്ളുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് യാനവാസ്തുവാണ്. യാനം എന്ന വാക്കിന് വാഹനം എന്നാണ് അർത്ഥം. സ്വാഭാവികമായിട്ട് ചലനം ചെയ്യുന്ന ഗതിമാനമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ യാനവാസ്തുവിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഗതിയുള്ളവ എന്ന അർത്ഥത്തില് യാനം എന്ന പേര് അന്വർത്ഥമാണ്. പഴയ കാലത്ത് രഥം, പല്ലക്ക്, ചങ്ങാടങ്ങള്, കപ്പൽ, തോണി, ചില ഗ്രന്ഥങ്ങളിൽ വിമാനം തുടങ്ങിയ യാനവാസ്തു പരാമർശങ്ങൾ പലയിടത്തായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതിന്റെ നിർമ്മിതികളുടെ ഘടന, അതിന്റെ അളവ് സമ്പ്രദായങ്ങള്, അതിന്റെ പൊതു സ്വഭാവങ്ങള്, അതിന്റെ നിർമ്മാണ രീതി എന്നിവയെ കുറിക്കുന്ന ഭാഗമാണ് യാനവാസ്തു എന്നുള്ള വിഭാഗത്തിലുള്ളത്. നാലാമത്തെ വിഭാഗം ആസനവാസ്തു എന്നുള്ളതാണ്. അപ്പൊ യാനം കഴിഞ്ഞാൽ ആസനം. ഭൂ, ഹർമ്മ്യം, യാനം, ആസനം. ആസനം എന്നാൽ ഇരിപ്പിടം എന്ന അർത്ഥമാണ് സംസ്കൃതത്തിലുള്ളത്. ആസനം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്, അതോടൊപ്പം അത് ഇരിപ്പിടങ്ങളോ ശയനോപകരണങ്ങളോ ആവാം. ഇരിക്കുന്നതിനും കിടക്കുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ തരം നിർമ്മിതികളെയും ആസനവാസ്തുവായിട്ട് നമുക്ക് പരിഗണിക്കാം. അത്തരത്തിൽ നോക്കിയാൽ കസേര, പീഠം, സിംഹാസനം, മറ്റിരിപ്പിടങ്ങള്, അതോടൊപ്പം കട്ടിലുകള്, ഉപാസന മാർഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഗുരുസ്ഥാനങ്ങള്, പീഠങ്ങള്, ഇതെല്ലാം തന്നെ ആസനവാസ്തുവിൽ ഉൾക്കൊള്ളുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹർമ്മ്യവാസ്തു എന്നുള്ളത് തീർച്ചയാണ്. കാരണം പൊതുജനങ്ങളുമായിട്ട് സാമാന്യമായിട്ട് ഏറ്റവും ചേർന്ന് വരുന്ന ഒന്ന് എന്ന അർത്ഥത്തില് ഹർമ്മ്യ വാസ്തുവിനാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത്. ഹർമ്മ്യവാസ്തു എന്നാൽ പൊതുവെ നമ്മൾ ആലയവാസ്തു എന്ന രീതിയിൽ സൂചിപ്പിക്കാറുണ്ട്. ആലയം എന്നാൽ വസിക്കുന്ന ഇടം. അതിൽ തന്നെ മനുഷ്യാലയവും ദേവാലയവും അതിനോട് സംബന്ധിക്കുന്ന നിർമ്മാണവുമാണ് ഹർമ്മ്യവാസ്തുവില് പൊതുവായിട്ട് സൂചിപ്പിക്കാറുള്ളത്. നമ്മുടെ വിഷയം ദേവാലയ വാസ്തുവാണ്. അതുകൊണ്ട് തന്നെ ദേവാലയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യാലയവുമായി ബന്ധപ്പെട്ട പൊതു നിയമങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തത പുലർത്തുന്ന ശൈലിയാണ് ദേവാലയ വാസ്തുവിൻ്റെത്. ഭാരതീയ ഹിന്ദു ദേവാലയങ്ങൾ വെറും ഒരു പ്രാർത്ഥനാലയങ്ങൾ മാത്രമല്ല, മറിച്ച് ഇത് ഭാരതീയമായിട്ടുള്ള എല്ലാ തത്വസംഹിതകളുടെയും ദർശനങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ഒരു സമഞ്ജസമായിട്ടുള്ള സമന്വയമാണ് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള കാര്യം. അപ്പോ ഭാരതീയ വാസ്തുവിദ്യയുടെ തന്നെ മകുട ഉദാഹരണങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് ക്ഷേത്രങ്ങളാണ് എന്നുള്ളതും പ്രസിദ്ധമാണ്. വാസ്തുവിദ്യയിലെ ദേവാലയ നിർമ്മാണ നിയമങ്ങൾക്ക് മാത്രമായിട്ട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയുണ്ടായി എന്ന്
മനസ്സിലാക്കുമ്പോൾ ആ ശൈലി അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രത്തിന്റെ ആ ഒരു വിഭാഗത്തിലുള്ള വളർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇന്നും അടിസ്ഥാനപരമായി മനുഷ്യാലയങ്ങളെക്കാൾ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ദേവാലയ നിർമ്മിതികൾ വാസ്തുശാസ്ത്രത്തിന് അടിസ്ഥാനപരമായി നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതും ശാസ്ത്രത്തിന്റെ പ്രസക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അത്തരത്തില് ഭാരതീയ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അക്ഷയഖനികളാണ് ഹിന്ദു ദേവാലയങ്ങൾ. തന്ത്രസമുച്ചയം, ശില്പരത്നം തുടങ്ങിയിരിക്കുന്ന കേരളീയ ഗ്രന്ഥങ്ങളും ആ ഒരു മേഖലയിൽ വലിയ സംഭാവനകൾ നൽകി എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഈ സന്ദർഭത്തിൽ. അപ്പൊ കേവലം പ്രാർത്ഥനാ മുറികളല്ല, മറിച്ച് അല്ലെങ്കിൽ ദേവന്റെ ഒരു പ്രതിഷ്ഠാസ്ഥാനമോ ദേവന്റെ ഇരിപ്പിടമോ അല്ല, മറിച്ച് പ്രപഞ്ചോർജത്തെ നമ്മളിലേക്ക് പ്രതിഫലിക്കുന്ന ഒരു ചൈതന്യ സ്രോതസ്സായിട്ടാണ് സാധാരണയായിട്ട് ക്ഷേത്രങ്ങൾ വർത്തിക്കുന്നത്. അത് വെറുതെ നമ്മളൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് പോരാനോ അല്ലെങ്കിൽ കുറച്ചു പേർക്ക് ഒന്ന് കൂട്ടം കൂടി ഇരിക്കാനോ ഉള്ളത് മാത്രമല്ല, മറിച്ച് ദേവന്റെ ചൈതന്യം എപ്രകാരമാണോ ഒരു സാധകൻ തന്റെ ആത്മനിഷ്ഠമായിട്ടുള്ള ഉപാസനാ പദ്ധതിയിലൂടെ ആർജിച്ചെടുക്കുന്നത്, അത്തരത്തിലുള്ള ആ ചൈതന്യം അത് ഒരു ക്ഷേത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ക്ഷേത്രത്തിന്റെ ശാസ്ത്രോചിതമായിട്ടുള്ള ദർശനം കൊണ്ട് തന്നെ സാധ്യമാകണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭാരതീയ ക്ഷേത്രങ്ങൾ. അപ്പോ മനുഷ്യന്റെ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് തന്റെ തന്നെ പ്രതികൃതി അല്ലെങ്കിൽ ഒരു പ്രതിരൂപമായിട്ട് ഭാരതീയ ദേവാലയങ്ങള് ഉപാസനാ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രാരാധനാ സമ്പ്രദായത്തിലൂടെ ഹൈന്ദവ ധർമാനുസാരമുള്ള കാലികമായിട്ടുള്ള ഉപാസനാ മാർഗമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയം. മാത്രമല്ല, ഇക്കാലത്ത് ക്ഷേത്ര ആരാധനയ്ക്ക് അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പല ശ്ലോകങ്ങളും പുരാണങ്ങളിൽ പലയിടത്തായിട്ട് കാണാം. ഒരിടത്ത് ഒരു ആചാര്യന്റെ ഒരു അഭിപ്രായമുണ്ട്, കൃതേ സുത്യുക്ത ആചാരഃ, ഓരോ യുഗം അനുസരിച്ചുകൊണ്ട് ആചാര പദ്ധതിക്ക് വ്യത്യാസമുണ്ട്. അപ്രകാരം കൃതയുഗത്തിലെ സുത്യുക്ത ആചാരഃ, ശ്രുതിയാൽ പറയപ്പെട്ട വേദത്തിൽ പറയപ്പെട്ട ആചാരങ്ങൾക്കായിരുന്നു പ്രാധാന്യമുള്ളത്. ത്രേതായാം സ്മൃതി സംഭവഃ, ത്രേതായുഗത്തിലേക്ക് എത്തുമ്പോൾ അത് സ്മൃതിയാൽ പറയപ്പെട്ട സ്മൃതി ഗ്രന്ഥങ്ങളാൽ പറയപ്പെട്ട ആചാരങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നും ദ്വാപരേത്തു പുരാണോക്താഹ, ദ്വാപരയുഗം വന്നപ്പോൾ പുരാണോക്തമായിട്ടുള്ള ആചാരങ്ങൾക്ക് പ്രാധാന്യമെന്നും കലൗ ആഗമസമ്മതഃ, കലിയുഗത്തിലെ ആഗമസമ്മതഃ, ആഗമശാസ്ത്രപ്രകാരമുള്ള തന്ത്രശാസ്ത്രപരമായിട്ടുള്ള ആചാര പദ്ധതിക്കാണ് പ്രാധാന്യമുള്ളത്. അപ്രകാരം ഈ യുഗത്തിലെ ഉപാസനാ മാർഗം താന്ത്രികവും തദടിസ്ഥാനത്തിലുള്ള ക്ഷേത്രോപാസനയും തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനാദിയായിട്ടുള്ള കാലം മുതൽക്കേ ഈ ദേശത്ത് ഈ ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിന്നു എങ്കിൽ കൂടി ഈ യുഗത്തിൽ ഇതിന് പ്രാധാന്യം ഏറെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആചാര്യൻ. ഭാരതത്തിലെ പൂർവകാലത്ത്, പ്രാചീന കാലത്ത്, വേദകാലത്തും പിന്നീടുണ്ടായ പുരാണ കാലത്തും എല്ലാം തന്നെ ക്ഷേത്രാരാധന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചന പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. രാമായണത്തിലെ ഏറ്റവും ഇതിഹാസം, ആദ്യകാവ്യം എന്നുള്ള രാമായണത്തിലെ ശ്രീരാമന്റെ രാമേശ്വര പ്രതിഷ്ഠയും അതോടൊപ്പം മഹാഭാരതത്തിലെ രുക്മിണി സ്വയംവര സന്ദർഭത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതെല്ലാം നമുക്ക് പുരാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അക്കാലത്തും ക്ഷേത്രാരാധന ഉണ്ടായിരുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം പ്രാധാന്യം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ഉപാസനാ പദ്ധതിയായിട്ട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സമൂഹ ജീവിതത്തിലും ക്ഷേത്രങ്ങളുടെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തതാണ്. മനുഷ്യനൊരു സമൂഹ ജീവി എന്ന നിലയിൽ ഒരു സമൂഹമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നതിനും നമ്മളോട് ഒത്തുചേരുന്നതിനുമായിട്ടും ഈ ഇടങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്വസംസ്കാരത്തെ നിലനിർത്തി വളർത്തി ആത്മീയ അല്ലെങ്കിൽ സാമൂഹിക ഇടങ്ങളായിട്ട് ഈ ഇടങ്ങളെ മാറ്റുക, ഈ ക്ഷേത്രങ്ങളെ മാറ്റുക എന്നത് കൂടി ഇതിലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇക്കാലത്ത്. അത്തരത്തിൽ യോഗശാസ്ത്രപരവും വൈദികവും താന്ത്രികവുമായിട്ടുള്ള ക്രിയകളെ വളരെ സാമഞ്ജസമായിട്ട് വളരെ സമന്വയിപ്പിച്ച് സമ്മേളിക്കുന്ന ഒരു ആത്മീയ പദ്ധതി കൂടിയാണ് ക്ഷേത്ര ദർശനം എന്നുള്ളത്, അപ്പൊ ക്ഷേത്ര ആരാധന എന്നുള്ളത്.
ക്ഷേത്രങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്ഷേത്രം ഒരു കെട്ടിടം മാത്രമല്ല, അല്ലെങ്കിൽ കേവലം ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടം മാത്രമല്ല, മറിച്ച് പ്രപഞ്ച ശരീരത്തിന്റെയും അതോടൊപ്പം വെഷ്ടി ശരീരത്തിന്റെയും പ്രത്യക്ഷത്തിലുള്ള മാതൃകാ രൂപങ്ങൾ തന്നെയാണ്. ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ദേഹോ ദേവാലയ ജീവോ ദേവസദാശിവ. ദേഹം തന്നെയാണ് ദേവാലയം, ജീവൻ തന്നെയാണ് സദാശിവൻ. അപ്പൊ അത്തരത്തിലുള്ള തന്ത്രശാസ്ത്ര പ്രയോഗം തന്നെ ഇതാണ് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങൾ കേവലം സ്ഥൂല ശരീരത്തിന്റെ മാത്രമല്ല, സൂക്ഷ്മ ശരീരത്തിന്റെയും കൂടി പ്രതീകമാണ്. നമ്മൾ ഈ കാണുന്ന ശരീരം കൂടാതെ നമ്മുടെ ഉള്ളിലുള്ള സ്ഥൂല ശരീരത്തിന്റെ മാത്രമല്ല, ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരത്തെ കൂടി പ്രതിനിധാനം ചെയ്യുന്നതാണ് ക്ഷേത്രങ്ങൾ. അപ്പൊ അത്തരത്തിൽ ക്ഷേത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാവും. ക്ഷേത്രങ്ങളുടെ പഞ്ചമര്യാദകള്, മഹാമര്യാദ, ബാഹ്യഹാര, മധ്യഹാര, അന്തഹാര, അന്തർമണ്ഡലം തുടങ്ങിയിരിക്കുന്ന പഞ്ചപ്രാകാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ ക്ഷേത്രത്തിൽ നോക്കിയാൽ അറിയാം, ഭഗവാൻ ഇരിക്കുന്ന ഗർഭഗൃഹം അല്ലെങ്കിൽ ശ്രീകോവില്, അതിനു ചുറ്റുമുള്ള അകത്തെ ബലിവട്ടം, അവിടെയുള്ള ദേവതാബിംബങ്ങൾ അല്ലെങ്കിൽ ബലിക്കല്ലുകൾ, അതിന് പുറത്തുള്ള ചുറ്റമ്പലത്തോട് കൂടിയിട്ടുള്ള നാലമ്പലം, വലിയമ്പലത്തോട് കൂടിയിട്ടുള്ള ചുറ്റമ്പലം, അതായത് നാലമ്പലം, അതിന് പുറത്തുള്ള പുറത്തെ ബലിവട്ടം, ഏറ്റവും പുറത്തുള്ള ക്ഷേത്രത്തിന്റെ ഒരു മര്യാദ, ബാഹ്യമര്യാദ എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റുമതിൽ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇതിനെയാണ് പഞ്ചപ്രാകാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചപ്രാകാരങ്ങളെ അത് പേരിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: അന്തർമണ്ഡലം, അകത്തുള്ള മണ്ഡലം; അന്തർഹാര, അകത്തെ ബലിവട്ടം; മധ്യഹാര, ചുറ്റമ്പലത്തിന്റെ ഭാഗം; പിന്നെ പുറത്തുള്ളത് ബാഹ്യഹാരയും ചുറ്റുമതില് മഹാമര്യാദയും ചേർത്തിട്ടുള്ള ഈ പഞ്ചമര്യാദകൾ അല്ലെങ്കിൽ അതിർത്തികള്, പഞ്ചപ്രാകാരങ്ങള്, ഇതെല്ലാം ദേവന്റെ സൂക്ഷ്മ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ നേരിട്ട് നമുക്ക് ദർശനയോഗ്യം അല്ലാത്തതും, എന്നാൽ ചിലത് നമ്മൾ ശ്രീകോവിൽ നമുക്ക് ദർശനയോഗ്യമാണ്. ദേവപ്രതിഷ്ഠയ്ക്ക് അടിയിൽ നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത ഷഡാധാരങ്ങളുണ്ട്. ഈ ഷഡാധാരങ്ങളുടെ മുകളിലാണ് ദേവന്റെ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പൊ ഈ ഷഡാധാരങ്ങൾ തുടങ്ങിയത് അത് ഒരു ദേവന്റെ സൂക്ഷ്മ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. 6 അംഗങ്ങളോട് കൂടിയിട്ടുള്ള ഷഡാധാരങ്ങൾക്ക് മുകളിലായിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്രകാരം ഇത് ഒരു മനുഷ്യ ശരീരത്തെ എന്ന പോലെ ദേവശരീരത്തിന്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായി പരിശോധിച്ചാൽ മനസ്സിലാവും. വിശ്വകർമ്മീയം എന്ന ഗ്രന്ഥം ഇത്തരത്തില് ദേവാലയത്തിന് ദേവന്റെ ശരീരമായിട്ട് തന്നെ സങ്കല്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളം ചെയ്വ ബാഹുർ ചൈവാർദ്ധമണ്ഡപം മഹാമണ്ഡപം കുക്ഷി സ്യാദ് പ്രാകാരം ജാനുജംഗയോഹോ ഗോപുരം ദേവപാദം സ്യാദ് യദ്യേതേ ലക്ഷണം ശുഭം. വിശ്വകർമ്മയത്തിലെ ശ്ലോകമാണ്. അതിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഗർഭഗൃഹം ശിരസ്സാണ്, ഗർഭഗൃഹ ശിരപ്രോക്തം, ശിരസായിട്ട് ഗർഭഗൃഹത്തെയും, അകത്തെ ബലിവട്ടത്തെ മുഖമായിട്ടും, മണ്ഡപം ഗളമായും, ചുറ്റമ്പലത്തെ കൈകളായും, പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷിസ്ഥാനമായും, പുറംപതില് മുട്ടുകളായും, ഗോപുരത്തെ ദേവപാദമായിട്ടും സങ്കല്പിക്കുന്നു. ഇപ്രകാരം ക്ഷേത്ര നിർമ്മാണം ഭേദമനുസരിച്ചുകൊണ്ട് സ്ഥൂല ശരീരാംശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആനുപാതികമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ, അത് നാം കാണുന്ന വിഗ്രഹം മാത്രമല്ല, മറിച്ച് അതിന് താഴേക്കുള്ള അവയവങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ നിർമ്മാണത്തിന് ശേഷം ക്ഷേത്ര ദർശനം ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാകാത്തത്രയും കാര്യങ്ങൾ ആ ക്ഷേത്ര നിർമ്മാണ വേളയിലെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ അറിയണം. അപ്പോ അത്തരത്തിലുള്ള ക്ഷേത്രത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ദേവപ്രതിഷ്ഠ എന്നതിനോടൊപ്പം തന്നെ ദിക്പാലകന്മാരായിട്ടുള്ള ദേവന്മാര്, സപ്തമാതൃക്കള്, വീരഭദ്രനും ഗണപതിയും ഉൾപ്പെടുന്ന ഒരു അകത്തെ ബലിവട്ടം, ദേവന് അനുയോജ്യമായിട്ടുള്ള ഒരു പുറത്തെ ബലിവട്ടം, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സമന്വയ രൂപമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കറിയാം, ക്ഷേത്രത്തിന്റെ ഓരോ ദിക്കിലും അഷ്ടദിക് പാലകന്മാരുണ്ട്. തെക്ക് ഭാഗത്ത് ചില ക്ഷേത്രങ്ങളിൽ, വടക്ക് ഭാഗത്ത് ഉണ്ട്. മിക്കവാറും ക്ഷേത്രങ്ങളിൽ തെക്ക് ഭാഗത്ത് സപ്തമാതൃക്കൾക്ക് സ്ഥാനമുണ്ട്. സപ്തമാതൃക്കളോടൊപ്പം വീരഭദ്രനും ഗണപതിയും
അതോടൊപ്പം ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വടക്ക് കിഴക്ക് മൂലയിലായിട്ട് നിർമാല്യധാരി ഉണ്ട്. പ്രധാനമായിട്ടും ഈ ദേവന്മാരെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഒരു ക്ഷേത്രം എന്നുള്ള സങ്കല്പം എന്നുള്ളത്. ഇത് നമ്മൾക്ക് ദൃഷ്ടിഗോചരമാണ്, നമുക്ക് ചെന്നാൽ കാണാൻ പറ്റുന്ന ദേവസങ്കല്പങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ പുറത്തെ ബലിവട്ടത്തിലേക്ക് കിടക്കുമ്പോൾ പ്രധാന പ്രതിഷ്ഠയുടെ നേരെ മുന്നിലായിട്ട് ഒരു വലിയ ബലിക്കല്ലുണ്ട്. ദേവന്റെ സർവ്വസൈന്യാധിപൻ എന്നുള്ള സ്ഥാനത്താണ് അതിനെ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് വലിയ ബലിക്കല്ലിന്റെ സ്ഥാനം. അതോടൊപ്പം ചുറ്റുമുള്ള ബലിക്കല്ലുകൾ, പുറത്തെ ബലിവട്ടത്തിലുള്ള ബലിക്കല്ലുകൾ, അതും നിർമ്മാണത്തിന്റെ അനുസരിച്ചുകൊണ്ട് ഏത് ദേവനാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവരെ കൂടി ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ആ ഭൂതഗണങ്ങളെയും ദേവന്മാരെയും കൂടി പാർഷദന്മാരെയും ദ്വാരപാലകന്മാരെയും ചേർത്ത് അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഒരു ക്ഷേത്രം എന്നുള്ള സങ്കല്പം. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥൂല ശരീരമാണ്. ഇത് കൂടാതെ നമുക്ക് നിർമ്മാണത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സ്ഥൂല ശരീരം, ഒരു സൂക്ഷ്മ ശരീരം കൂടി ഉണ്ട്. ഇത് ആദ്യം പറഞ്ഞത് സ്ഥൂല ശരീരം, നമുക്ക് കാണാൻ സാധിക്കുന്ന ശരീരാവയവങ്ങളാണ്. എന്നാൽ കാണാൻ സാധിക്കാത്ത മറ്റൊരു സൂക്ഷ്മ ശരീരമുണ്ട്. അത് പ്രതിഷ്ഠയ്ക്ക് താഴെയായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥാപിക്കപ്പെടുന്ന ഷഠാധാരമാണ്. ഷഠാധാരം എന്നാൽ 6 അംഗങ്ങളോട് കൂടിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഏറ്റവും അടിയിലുള്ള ആധാരശില, അതിനു മുകളിലായി നിധികുംഭം, അതുപരിയായി പത്മം, പിന്നീട് കൂർമ്മം, കൂർമ്മത്തിൽ നിന്ന് നപുംസകശില വരെ എത്തുന്ന യോഗനാളം, നപുംസകശില എന്നീ അവയവങ്ങൾ ചേർന്നതാണ് ഷഡാധാര പ്രതിഷ്ഠ. യോഗനാളത്തിനുപരിയായിട്ട് നപുംസകശില, തതുപരിയായിട്ടാണ് ദേവന്റെ പീഠം നമ്മൾ സ്ഥാപിക്കുന്നത്. ദേവന്റെ പീഠം മാത്രമേ നമുക്ക് ദേവാലയ പ്രതിഷ്ഠാ സമയത്ത് കാണാൻ സാധിക്കൂ. അതിന് താഴേക്കുള്ള അവയവങ്ങളെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ ഷഡാധാരത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന ദേവചൈതന്യമാണ് നമുക്ക് ക്ഷേത്ര ദർശനം കൊണ്ട് ലഭ്യമാകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പൊ ദേവാലയം നിർമ്മാണത്തിന്റെ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതിനടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചാണ് നിർമ്മാണത്തിലേക്ക് പോകുന്നത്. അപ്പോ ഒരു ക്ഷേത്രഭൂമി സ്വീകരിക്കപ്പെടുമ്പോൾ തന്നെ അതിലാദ്യമായി ദേവാലയ നിർമ്മാണത്തിന് ആദ്യമായിട്ട് ആ ഭൂമിയെ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. അതിന്റെ ചടങ്ങുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അത്തരത്തിൽ സ്വീകരിക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലെ കുഴിയെടുത്ത് ആധാരശിലയെ സ്ഥാപിച്ച് അതിന് മധ്യത്തിലുള്ള കുഴിയിലെ രത്നകനകാദികൾ നിറച്ച നിധികുംഭം ഉറപ്പിച്ചു വെക്കണം. അതിനു മുകളിൽ ശില കൊണ്ട് നിർമ്മിച്ച അഷ്ടദള പത്മം, അതിനു മുകളിലായിട്ട് കൂർമ്മം, തതുപരിയായിട്ട് ഉള്ളു പൊള്ളയായ അല്ലെങ്കിൽ അകം ശൂന്യമായിട്ടുള്ള അഗ്രഭാഗം കൂർത്ത് അടിഭാഗം അല്പം വിരിഞ്ഞ് ആകാശതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന യോഗനാളവും, തതുപരിയായിട്ട് നപുംസകശിലയും സ്ഥാപിച്ചിട്ടാണ് ഈ നിർമ്മാണം ആരംഭിക്കുന്നത്. ഈ ഷഡാധാര കൽപ്പന ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സൂക്ഷ്മ ശരീരത്തിന്റെ ആധാര പത്മങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുക. ആധാരശില എന്നുള്ളത് മൂലാധാരം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരകമാകുന്ന നിധികുംഭം, അനാഹത ചക്രമാകുന്ന പത്മം, കൂർമ്മം, വിശുദ്ധി ചക്രകൽപ്പത്തിലുള്ള യോഗനാളം, തതുപരിയായിട്ട് നപുംസകശില, പരബ്രഹ്മചൈതന്യത്തിന്റെ പ്രതീകമായിട്ട് ആജ്ഞാചക്ര സങ്കല്പത്തില് അതിന് മുകളിലായിട്ട് ബിംബപ്രതിഷ്ഠ. ഇത്തരത്തിലുള്ള ഒരു യോഗശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാനം കൂടി ഈ ഷഡാധാരങ്ങൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. എപ്രകാരമാണ് എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് സന്ദർഭത്തിലാണ് ഒരു ക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ത് ആണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഹേതുവായിട്ട് വർത്തിക്കുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ പൂർവദേവന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയുന്ന ഒരു പക്ഷം, അവിടെ മുൻപ് ഒരു ആരാധനാമൂർത്തി ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള ആചാര സങ്കല്പം ഉണ്ടായിരുന്നു എന്നറിയുന്ന പക്ഷത്തെങ്കിൽ നമ്മളൊരു പുതിയ ക്ഷേത്രം നിർമ്മിക്കാം. അല്ലെങ്കിൽ പൂർവ്വക്ഷേത്രത്തിന്റെ സ്ഥാനം ഉണ്ടായിരുന്നു, പിന്നീട് നശിച്ചു പോയതാണ് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷ ഗോചരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. ഇതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ ദേവന്റെ ആചാര പദ്ധതി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് ചില കുറവുകളുണ്ട് എന്നുള്ള സമയത്ത് ഒന്ന് പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ളതും ഈ
നിർമ്മാണത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഹേതുക്കളാണ്. അപ്പോ അതിനുവേണ്ടി ആരാധനയ്ക്കായിട്ടുള്ള ഉചിത ഭൂമി നിർണയം നടത്തണം. അത് പ്രതിഷ്ഠ ചെയ്ത് അത്തരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണം ഇന്നും ആചരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ സാങ്കത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പുനരുദ്ധാരണം ആവാം. അതല്ലെങ്കിൽ ക്ഷേത്ര ചൈതന്യത്തിന്റെ ഒരു സ്ഥാനം, ക്ഷേത്ര ചൈതന്യത്തിന്റെ ഒരിടം അവിടെ ഉണ്ട് എന്നുള്ള സൂചനകളാവാം. അതല്ലെങ്കിൽ പൂർവാചാരമായിട്ട് നിലനിന്ന് പോയിരുന്ന അല്ലെങ്കിൽ ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതികളുടെ പുനരുദ്ധാരണം കൂടിയാവാം. അത്തരത്തില് ഇതിന് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ കുറവുകളെ നികത്തുകയാണെങ്കിലും അതിന് ജീർണോദ്ധാരണം എന്നാണ് പേരെങ്കിലും അതും ക്ഷേത്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വേണം എന്നുള്ളതാണ് വിധി. അപ്പൊ അതിനായിട്ട് ഉചിതമായിട്ടുള്ള ക്ഷേത്രഭൂമി സ്വീകരിക്കപ്പെടണം. പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്ന പക്ഷത്തെങ്കിൽ മുൻപ് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിന് അടിസ്ഥാനപരമായിട്ട് സൗകര്യങ്ങളോ അല്ലെങ്കിൽ നശിക്കപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിധിയാവണ്ണമുള്ള ഭൂമി സ്വീകരിക്കപ്പെടണം. അത്തരത്തിൽ ഭൂമി സ്വീകരിക്കപ്പെട്ട് നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ അളവിനെ നിശ്ചയിച്ച് അതിനെ അടിസ്ഥാനമായിട്ട് ഒരു ദേവപ്രതിഷ്ഠ ചെയ്യുക. അതിനോടൊപ്പം ദേവപ്രതിഷ്ഠയ്ക്ക് ഉചിതമായിട്ടുള്ള പഞ്ചപ്രാകാരങ്ങളെയും നിശ്ചയിച്ചുറപ്പിച്ച് അതിനെ ആരാധനയ്ക്ക് പാത്രമാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ആചാര പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രത്തിന്റെ നിർമ്മാണ രീതി എന്നുള്ളത്. അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ ദേവനെ ഒരു പ്രതിഷ്ഠാ സങ്കല്പമുണ്ട്. മുൻപ് ആചരിച്ചു വന്ന ഒരു ദേവപ്രതിഷ്ഠയുടെ സങ്കല്പ വിഗ്രഹമുണ്ട് എങ്കിൽ ആ വിഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആ ബിംബത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്ര നിർമ്മാണമോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പൂർവ്വരൂപമുണ്ട്, പിന്നീട് എപ്പോഴും വിഗ്രഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കിട്ടല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിർമ്മാണത്തിനെ ആ ക്ഷേത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ബിംബപ്രതിഷ്ഠയിലേക്കോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരസ്പര്യത്താൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ ദേവാലയ നിർമ്മാണത്തിന് അനുസൃതമായിട്ടുള്ള ബിംബമോ ബിംബാനുസൃതമായിട്ടുള്ള ദേവാലയമോ നിർമ്മിക്കുക എന്നുള്ളതാണ് സാമാന്യേന നമ്മൾ ഇന്ന് ഇക്കാലത്ത് ചെയ്തു വരുന്നത്. ഇതിൽ കൂടുതൽ പ്രാധാന്യം ആർക്കാണ് ഉള്ളത് എന്നതിനനുസരിച്ചുകൊണ്ട് രണ്ടുമുള്ള പക്ഷത്തെങ്കിൽ സ്വീകരിക്കാം. പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്തെങ്കിൽ നമ്മളുടെ ആവശ്യവും നമ്മളുടെ സന്ദർഭവും ഇതിനനുസരിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്യാം. കാലപ്പഴക്കം അനുസരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വായു, തീ, ജലം എന്നിവകളെ കൊണ്ട് ദേവാലയം പൂർണ്ണമായിട്ട് ഭാഗികമായിട്ടോ നശിച്ചു പോവുകയാണെങ്കിലും ഇതേ വിധി തന്നെ സ്വീകരിക്കണം, ജീർണോദ്ധാരണ വിധി തന്നെ സ്വീകരിക്കണം. അത്തരത്തില് പഴയ അളവുകളോ വസ്തുക്കളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റരുത്. എന്ന് വെച്ചാൽ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെ മാറ്റാതെ തന്നെ അതിന്റെ കുറവുകളെ നികത്തണം എന്നാണ്. ഏതെങ്കിലും വിധത്തിൽ അത് മാറാതെ നിവൃത്തിയില്ല എന്ന പക്ഷത്തെങ്കിൽ അനുയോജ്യമായതോ അതിനേക്കാൾ ഉത്കൃഷ്ടമായതോ ആയിട്ടുള്ള വസ്തുക്കളിലേക്കാണ് മാറാവുന്നത്. അതല്ലാത്ത സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ദേവന്റെ വിഗ്രഹം അല്ലെങ്കിൽ ബിംബം വളരെ ഉപയോഗപ്രദമാണ് എങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം. അതോടൊപ്പം ക്ഷേത്ര നിർമ്മിതിക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കള് അതിനെ മാറ്റേണ്ട സാഹചര്യമില്ല എങ്കിൽ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടും ജീർണോദ്ധാരണം നടത്താവുന്നതാണ്. എന്നാൽ അത് വളരെ കാൽപ്പഴക്കത്താൽ നശിച്ചു എന്നുള്ള സാഹചര്യത്തിൽ അതിനനുരൂപമായിട്ടുള്ള അതിനേക്കാൾ മികച്ചതായിട്ടുള്ള ദ്രവ്യങ്ങളിലേക്ക് നമുക്ക് മാറുകയും ആവാം. ഇപ്പോ ഭാരതീയ വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്ഷേത്രവാസ്തുവിലാണ് കൂടുതൽ ആധികാരികമായിട്ട് അതിന്റെ ഒരു ശില്പകല നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഈ കേവലം നിർമ്മാണങ്ങളിലൂടെ മാത്രമല്ല, അതൊരു തരത്തിലുള്ള ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ കൂടി ഒരു പ്രതിഫലനമാണ്. അപ്പൊ നിർമ്മിതി എന്നുള്ളൊരു കെട്ടിട നിർമ്മിതി മാത്രമല്ല, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശില്പങ്ങളുടെയും പ്രഭാവം കൊണ്ട് അത് വളരെ മികച്ചു നിൽക്കുക. അപ്പൊ കേവലം ഒരു നിർമ്മിതി മാത്രമല്ല, ആ നിർമ്മിതിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ ഒരു അലങ്കാര വൈശിഷ്ട്യത്തിലും ഈ ശാസ്ത്രം വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മിതിയുടെ അലങ്കാരങ്ങൾക്കും ഇതോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട്. അത് കേവലം ശില്പങ്ങൾ എന്ന് മാത്രമല്ല, ക്ഷേത്ര നിർമ്മിതിയുടെ ഓരോ അവയവങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം അതിന്റെ തറ പഞ്ചവർഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തറയാണ്. ഭിത്തി കേവലം നമ്മൾ സാധാരണയുള്ള ഒരു കെട്ടിടത്തിന്റെ ഭിത്തി പോലെയല്ല,
അതിലും ഒരുപാട് അലങ്കാരങ്ങൾ, അത് ഘനദ്വാരായാലും തോരണായാലും പഞ്ചരായാലും അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അലങ്കാരങ്ങൾ കൊണ്ട് നിബിഡമായിട്ടുള്ളതാണ് ഭിത്തികൾ. ഉത്തരമാവട്ടെ, അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴുക്കോലുകൾ എല്ലാം തന്നെ അതിൽ ഏറ്റവും മനോഹരമായിട്ട് എപ്രകാരം ചെയ്യണം എന്നുള്ള ഒരു ശില്പകാരന്റെ അല്ലെങ്കിൽ ഒരു ശില്പിയുടെ കഴിവിനെയും അതില് ഉൾക്കൊള്ളിക്കാവുന്ന വിധത്തില് അത്തരത്തിലുള്ള നിർമ്മിതികളുടെ പ്രാധാന്യവും, ഏത് അലങ്കാരമാണ് എവിടെയാണ് സൂചിപ്പിക്കേണ്ടത്, ഏത് മൃഗത്തിന്റെ രൂപമാണ്, ഏത് ലതകളാവട്ടെ അല്ലെങ്കിൽ പക്ഷികളോ മൃഗങ്ങളോ ആവട്ടെ, ഓരോ സ്ഥാനത്തിന് അനുയോജ്യമായിട്ട് ഏതുണ്ട് എന്നതിനെ കുറിച്ചും അതിന്റെ വലിപ്പവും അതിന്റെ വിന്യാസക്രമവും അതിനെല്ലാം സൂചിപ്പിക്കുന്ന തരത്തില് ശില്പശാസ്ത്രത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ വാസ്തു അല്ലെങ്കിൽ ദേവാലയ വാസ്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് ഈ നിർമ്മിതികൾ എത്രയോ പ്രകൃതി കോപങ്ങളെയോ വിദേശാക്രമങ്ങളെയോ ഒക്കെ അതിജീവിച്ചിട്ട് ഇന്നും നമ്മുടെ മുന്നിൽ ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ആ നിർമ്മിതിയുടെ ഒരു ശ്രേഷ്ഠത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെയാണ് വെളിവാക്കുന്നത്. ആ ഭാരതം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ എല്ലായിടത്തും കാണാൻ സാധിക്കും. ക്ഷേത്ര നിർമ്മിതികൾ എന്നുള്ള ഒരു പൊതുവികാരമാണ് ഭാരതത്തിന്റെ. എന്നാൽ ഭാരതത്തിലെ ക്ഷേത്ര നിർമ്മാണ രീതികള് എല്ലാം ഒരേ ഏകശിലാ രൂപത്തിലുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിന്റെ അടിസ്ഥാന ക്രമം ഒന്ന് തന്നെയാണ്. എങ്കിലും അത് ഓരോ ക്ഷേത്രവും ഓരോ പരിസരം അനുസരിച്ചിട്ട് ഓരോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങള്, അടിസ്ഥാനപരമായ ദ്രവ്യങ്ങളിലും നിർമ്മിതിയുടെ ഘടനയിലും വ്യത്യാസമുണ്ട്. അത് എല്ലാ ഗ്രന്ഥങ്ങളും അതിനെ അംഗീകരിക്കുന്നു. അതിനനുസരിച്ച് കൊണ്ട് നിർമ്മിതിയുടെ വ്യത്യസ്തതകൾ പറഞ്ഞിട്ടുമുണ്ട്. അത്തരത്തിൽ ഭാരതീയ ക്ഷേത്രങ്ങളെ പൊതുവായിട്ട് നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കാറുള്ളത്. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഗർഭഗൃഹം എന്നുള്ള ദേവന്റെ ഇരിപ്പിടം, ഗർഭഗൃഹത്തിന് ചുറ്റുമുള്ള അന്തരാളം, അന്തരാളത്തിന് പുറത്തുള്ള പ്രാസാദം അഥവാ ശ്രീകോവില്, മണ്ഡപങ്ങള്, അതിന്റെ ശിഖരം, അതിന്റെ ഗോപുരം, ഇതെല്ലാത്തിന്റെയും വ്യത്യസ്തതകളുടെ അടിസ്ഥാനത്തിലാണ് വാസ്തുവിദ്യ ഭാരതീയ ക്ഷേത്രങ്ങളെ ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഈ മൂന്നായിട്ട് തരംതിരിക്കുക എന്നുള്ളതിന് ഒരു പരിധിവരെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാന്നിധ്യം, ഒരു സ്വാധീനം ഉണ്ട് എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ മൂന്നായിട്ട് പറയുകയാണെങ്കിൽ പൊതുവെ ഇതിന്റെ ഉപശൈലികളും വിവിധ വ്യത്യസ്ത ശൈലികളും ഉണ്ടെങ്കിൽ കൂടി പൊതുവായിട്ട് നമുക്ക് 3 തരം ശൈലികളെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാഗര ക്ഷേത്രം എന്നുള്ള വിധിയാണ്, ഒരു ശൈലിയാണ്. മറ്റൊന്ന് ദ്രാവിഡ ക്ഷേത്രം എന്നുള്ളൊരു ശൈലി. മൂന്നാമതായിട്ട് വേസരം എന്ന് പറഞ്ഞിരിക്കുന്ന ശൈലി. ഈ പൊതുവായിട്ട് ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളം കാണുന്ന ശൈലികളെ പൊതുവായിട്ട് ഈ 3 തരത്തില് ഹിന്ദു ക്ഷേത്രങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഹിമാലയം മുതൽ വിന്ധ്യാപർവ്വതം വരെയുള്ള ഭൂപ്രദേശത്ത് കാണുന്ന ഒരു രീതിയെയാണ് നാഗര ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഒഡീഷയിലെ അല്ലെങ്കിൽ സോളാങ്കി, ഖജുരാഹോ, പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം തുടങ്ങിയിരിക്കുന്ന എല്ലാം ഇത്തരത്തിലുള്ള ഒരു നാഗര ക്ഷേത്രത്തിന്റെ വകഭേദങ്ങളാണ് പൊതുവെ പറഞ്ഞ. ഉത്തരേന്ത്യയിലെ മിക്കവാറും ക്ഷേത്രങ്ങൾ എല്ലാത്തിനെയും നാഗര ക്ഷേത്രങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, ഉൾപ്പെടുത്താം നമുക്ക്. പ്രധാനമായിട്ടും ചതുരാകൃതിയിലുള്ള ഗർഭഗൃഹവും പ്രാസാദവും, ചുറ്റും പടികളോട് കൂടിയിട്ട് ഉയർന്നിരിക്കുന്ന അടിസ്ഥാനം, ഏറ്റവും ഉയർന്ന ശിഖരത്തോട് കൂടിയിട്ടുള്ള ഗർഭഗൃഹം, ഏറ്റവും ഉയർന്നിരിക്കുന്നത് ദേവന്റെ ഇരിപ്പിടമായിരിക്കും എന്നുള്ളത് ഒരു പ്രാധാന്യം നാഗരക്ഷേത്രങ്ങൾക്ക് ഉണ്ട്. ഉരുണ്ട ശിഖരങ്ങള്, അതിനുപരിയായിട്ട് ആമലകം, കലശം തുടങ്ങിയിരിക്കുന്ന അലങ്കാരങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചിത്രങ്ങള് കാണിക്കാം. ആ ക്ഷേത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ ഈ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെ അവിടെ നോക്കിയാൽ ഭഗവാൻ ഇരിക്കുന്നതാണ് ഏറ്റവും ഉയർന്ന ഇടം എന്നുള്ളത്. ആ ഗർഭഗൃഹമാണ് ഉപരിയായിട്ട് ഉയർന്നു പോകുന്നത്. അതിന് ഏറ്റവും മുകളിലായിട്ട് ആമലകവും കലശവും അലങ്കാരങ്ങളോട് കൂടിയിട്ട് കൊടിക്കൂറയോട് കൂടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോ ജഗന്നാഥ ക്ഷേത്രം അല്ലെങ്കിൽ ലക്ഷ്മണ ക്ഷേത്രം ഇതെല്ലാം നാഗര ശൈലിയുടെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ട അയോധ്യ ക്ഷേത്രവും നാഗര ശൈലിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മണ്ഡപങ്ങൾ കൊണ്ടാണ്. ചുറ്റും മണ്ഡപങ്ങൾ,
ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന് ചുറ്റും മണ്ഡപങ്ങൾ, ഒരു വലിയ പടിക്കെട്ട് കയറിയിട്ട് ചെല്ലുന്ന അടിസ്ഥാനം, അതിനു മുകളിലായിട്ട് പീഠാധിനായിട്ടുള്ള ദേവൻ, ഇത്തരത്തിലുള്ള ഒരു നാഗര ക്ഷേത്ര സങ്കല്പം. രണ്ടാമത്തെ പ്രധാന ശൈലിയാണ് ദ്രാവിഡ ക്ഷേത്രങ്ങൾ. ദ്രാവിഡ ശൈലി എന്നത് ഒരു ഒരു ഭാരതീയമായിട്ടുള്ള ഒരു ദക്ഷിണ ശൈലി എന്നുള്ളത് പറയാറുണ്ട്. കൃഷ്ണ നദിക്ക് തെക്കായിട്ട് ഉള്ള പ്രദേശങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് ദ്രാവിഡ ശൈലി എന്നാണ് പൊതുവെ ആചാര്യന്മാരുടെ സങ്കല്പം. ഹിമാലയം മുതൽ വിന്ധ്യപർവ്വതം വരെ നാഗര ശൈലിയും, കൃഷ്ണ നദി മുതൽ തെക്കോട്ട് കൃഷ്ണ നദിക്കും കാവേരി നദിക്കും അതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ദ്രാവിഡ ശൈലിയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് ശൈലിയാണ് നിലനിന്നിട്ടുള്ളത്. നാഗര ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ. ഗർഭഗൃഹവും ഗർഭഗൃഹത്തിന് ചുറ്റുമുള്ള പ്രാസാദവും ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒന്ന് തന്നെ ആണെങ്കിലും നാഗരക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഹാമര്യാദ എന്നുള്ള ചുറ്റുമതിലോട് കൂടിയിരിക്കുന്ന ഒരു സങ്കല്പം, അത് ദ്രാവിഡ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, ഇതിന്റെ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഭാഗം എന്നുള്ളത് ഗോപുരങ്ങളാണ്. അതായത് പ്രധാന ദിക്കിന്റെ പ്രവേശന കവാടങ്ങളെയാണ് ഗോപുരങ്ങളായിട്ട്, അതിനെയാണ് ഏറ്റവും ഉയർന്ന ഭാഗമായിട്ട്, ഗോപുരങ്ങൾക്കാണ് ഏറ്റവും ഉയർച്ച എന്നുള്ളത് കൂടി. മറിച്ച് നാഗരക്ഷേത്രങ്ങൾക്കായിരുന്നെങ്കിൽ അത് ദേവന്റെ പദത്തിനായിരുന്നു. ഈ ഗോപുരങ്ങൾക്ക് ഉപരിയുള്ള ഭാഗത്തെ ശിഖരം എന്ന്, രണ്ടിനും ശിഖരാണെന്ന് പറയുന്നെങ്കിൽ കൂടി അവിടെ ഗർഭഗൃഹത്തിന്റെ ഉപരിയായിട്ടുള്ളതിനെയാണ് ശിഖരം എന്ന് പറയുന്നത്. ഇവിടെ ഗോപുരത്തിന് ഉപരിയായിട്ടാണ് ശിഖരം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നാഗരശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മിക്കവാറും ഗോപുരങ്ങൾക്ക് ചതുരാകൃതി ആയിരിക്കും. അവിടെയാണെങ്കിൽ കൂടുതലും മറ്റ് ആകൃതികളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇവിടെ ഗോപുരം എന്നുള്ളതും മുകളിലേക്ക് പോകുന്നത് മിക്കവാറും ചതുരാകൃതി ആയിരിക്കും. അതോടൊപ്പം തന്നെ ദ്രാവിഡ ശൈലിയിലുള്ള ഗോപുരങ്ങൾ ദ്വാരപാലകാദികളായിട്ടുള്ള ഗോപുര ശില്പകലകൾക്കും പ്രാധാന്യം നൽകുന്നതാണ്. മറിച്ച് അവിടെ അങ്ങനെയല്ല. ഇവിടെ കൂടുതൽ ശില്പകലയ്ക്ക് പ്രാധാന്യം, അതായത് മനുഷ്യനോ മൃഗങ്ങളോ മറ്റ് ജീവികളുടെയോ സങ്കല്പത്തിലുള്ള ശില്പശാസ്ത്രത്തിന് കൂടി പ്രാധാന്യം നൽകുന്നതാണ്. നാഗരശൈലിയുടെ അപേക്ഷിച്ചുകൊണ്ട് ചതുരാകൃതി അല്ലാതെ തന്നെ, ചതുരാകൃതി കൂടാതെ, ചതുരാകൃതി ഉണ്ട് എങ്കിൽ കൂടി വൃത്തമോ ഗജപൃഷ്ഠമോ ദീർഘചതുരമോ അല്ലെങ്കിൽ കുക്കുടാണ്ടമോ തുടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഷഡശ്രമോ അഷ്ടാശ്രമോ ആയിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആകൃതികളും സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും ദ്രാവിഡ ശൈലിയുടെ ഒരു വിന്യാസത്തിന് ശൈലിയിൽ പ്രാധാന്യത്തോടെ പറയാറുണ്ട്. മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളോടൊപ്പം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അതിന്റെ ഉപദേവാലയങ്ങളും അതോടൊപ്പം തന്നെ തീർത്ഥക്കുളം തുടങ്ങിയിരിക്കുന്ന എല്ലാ ഉപ ആലയങ്ങൾ കൂടി ചേർന്നതാണ്. അപ്പോ ക്ഷേത്രത്തിൽ ഉപദേവാലയ സ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്ര നിർമ്മിതിയോട് അടിസ്ഥാനപരമായിട്ടുള്ള ഉപാലയങ്ങൾ കൂടി സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ദ്രാവിഡ ശൈലിയുടെ പ്രത്യേകതയായിട്ട് പറയാറുള്ളത്. മൂന്നാമത്തെ വിഭാഗം വേസര ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. വിന്ധ്യാപർവ്വതം മുതൽ കൃഷ്ണ നദിക്കര വരെയുള്ള മധ്യഭാഗത്തിനെയാണ് വേസര ശൈലിയിൽ അടിസ്ഥാനപരമായിട്ട് പറയാറുള്ളത്. അതായത് നാഗര ശൈലിക്കും ദ്രാവിഡ ശൈലിക്കും ഇടയിലുള്ള ഭാഗമായിട്ട് വേസര ശൈലി കൃതമായിട്ടുള്ള ഭാഗമായിട്ട് പറയാറുണ്ട്. ചാലൂക്യ വംശജന്മാരാണ് കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നിർമ്മിതിക്ക് സഹായം, അല്ലെങ്കിൽ ആ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ചാലൂക്യ ശൈലി എന്നുള്ള ഒരു പേരും ഈ വേസര ക്ഷേത്രങ്ങൾക്കുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നാഗര ശൈലിയുടെയും ദ്രാവിഡ ശൈലിയുടെയും രണ്ടും ചേർന്നിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഉത്തര കർണാടകത്തിലും മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിലുമാണ് കൂടുതലായിട്ട് ഈ ശൈലി കാണുന്നത്. ഉത്തര കർണാടകത്തിലുള്ള വിരൂപാക്ഷ ക്ഷേത്രം, ബദാമി ക്ഷേത്രം, ഇതാണ് ഈ തരത്തിൽ രണ്ടും ചേർന്നിരിക്കുന്ന ഗോപുരവും അതോടൊപ്പം ഗർഭഗൃഹവും ചേർന്നിരിക്കുന്ന ശൈലി സങ്കല്പത്തിലുള്ള വേസര ശൈലിയിലുള്ളത്. ഹിന്ദു ധർമ്മം അനുസരിച്ചുകൊണ്ട് ദേവാലയ ആരാധനാ സങ്കല്പങ്ങള്, അതിന്റെ കൽപ്പനകള് മൂർത്തി സങ്കല്പങ്ങൾക്കും ഭാവത്തിനും സ്ഥാനത്തിനും അനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത ശൈലികളുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ കൂടി
കേരളീയ ശൈലി പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു തോതിലും ദ്രാവിഡ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വരൂപമായിട്ടാണ് നിർമ്മാണത്തിൽ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ പ്രതിഷ്ഠാ സങ്കല്പത്തിലുള്ള വ്യത്യാസം അനുസരിച്ചുകൊണ്ടുള്ള നിർമ്മാണ ശൈലിക്കുള്ള ഭേദങ്ങൾ ഉണ്ട്. അതിന്റെ ആചരണത്തിന്റെ വ്യത്യാസങ്ങളുണ്ട്. ധർമ്മദേവതകൾക്കും ഭിന്ന ദേവതകൾക്കും ഉപദേവതകൾക്കും വ്യത്യസ്ത രീതിയിൽ പ്രതിഷ്ഠ നടത്തി ആരാധിക്കാൻ വിധമുള്ള ഒരു സ്ഥാന നിർണയ രീതിയും അത്തരത്തിലുള്ള ഒരു ആചാര പദ്ധതിയാണ് ഈ ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആ ഒരു ശൈലി പറയുന്ന ശാസ്ത്ര പ്രമാണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തില് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആരംഭം മുതല് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെയും കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചിട്ട് പോവാം. ഭാരതീയ ക്ഷേത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ലക്ഷണവും അതിൻ്റെ വിശദീകരണവും നമ്മളുടെ വിഷയമാണ്. അതിനുശേഷം ഭൂസ്വീകരണവും ഓരോ ദേവതയ്ക്കും അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കപ്പെടേണ്ട ഭൂമിയുടെ ലക്ഷണങ്ങളും ഭൂപരീക്ഷകളും ഉചിത ഭൂമിയുടെ സ്വീകരണ രീതിയും ഭൂമിയുടെ പരിഗ്രഹവും തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പഠിക്കും. അതിനുശേഷം വാസ്തുപുരുഷ മണ്ഡലം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വാസ്തുവിന്റെ നിർമ്മാണ ഒരു പ്രോട്ടോടൈപ്പ് ഓഫ് ഗ്രാഫിക് സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ദേവപുരുഷ മണ്ഡലത്തെ കുറിച്ച് വാസ്തുപുരുഷ മണ്ഡലം എന്നുള്ള സങ്കല്പത്തെ കുറിച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും പഠിക്കും. ദേവാലയ നിർമ്മിതിക്ക് ആവശ്യമുള്ള വാസ്തുപുരുഷ മണ്ഡലങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ ഗ്രാഫോടും അതിൻ്റെ ചിത്രങ്ങളോടും കൂടിയിട്ടുള്ള പഠനം. അതിനുശേഷം മാനപ്രമാണങ്ങൾ, നിർമ്മാണത്തിനെ അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കപ്പെടുന്ന അളവുകോലുകളും ഗണിതവർഗങ്ങളും. അളവുകോലുകൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് നിർമ്മാണത്തിന് സ്വീകരിക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ. അത് കോലുകളാവാം, മറിച്ച് യവം, താലം, മുഷ്ടി, ദണ്ഡ് തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവ് സമ്പ്രദായങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കും. ഈ അളവ് സമ്പ്രദായങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഗണിത സമ്പ്രദായങ്ങൾ, അളവ് എന്ന് പറയുന്ന ചുറ്റളവും ചുറ്റളവിന്റെ യോനി, നക്ഷത്രം, തിഥിവാരം തുടങ്ങിയിരിക്കുന്ന പഞ്ചാംഗങ്ങള്, ആയവ്യയങ്ങള്, പക്ഷാന്തരവയം തുടങ്ങിയിരിക്കുന്ന വയസ്സ് ആദികളായിട്ടുള്ള എല്ലാ ഗണിതക്രമങ്ങളെയും അതിനെ കാണുന്ന രീതിയും അതിനെ കണ്ടുപിടിക്കേണ്ട രീതികളും ക്ഷേത്ര നിർമ്മാണത്തിന് ഏതൊക്കെ അളവുകളാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചും നമ്മൾ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അതിനുശേഷം യോനി സമ്പ്രദായത്തെക്കുറിച്ച് ധ്വജധൂമാദികളായിട്ടുള്ള യോനികളെ കുറിച്ചും ക്ഷേത്ര നിർമ്മാണത്തിന് ദിക്കിനനുസരിച്ചുകൊണ്ട് സ്വീകരിക്കപ്പെടേണ്ട അളവ് സമ്പ്രദായങ്ങളെ കുറിച്ചും അതിന് ശേഷം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആരംഭത്തിന്റെ ചടങ്ങുകളും അതോടൊപ്പം ഷഡാധാര പ്രതിഷ്ഠയുടെ നിർമ്മാണ രീതിയും അതിന്റെ അളവ് സമ്പ്രദായങ്ങളെ കുറിച്ചും അതിനുശേഷം ഇഷ്ടകാന്യാസത്തെയും ഗർഭന്യാസത്തെയും നിർമ്മാണത്തിന്റെ ആരംഭമായിട്ട് ഷഡാധാരത്തോട് കൂടിയിട്ടും ഇഷ്ടകാന്യാസവും ഗർഭന്യാസവും ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ഷഡാധാരം ചെയ്യാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ ഇഷ്ടകാന്യാസം ഗർഭന്യാസമാണ് പ്രഥമമായിട്ടുള്ള ചടങ്ങ്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് നമ്മൾ പ്രാസാദത്തിന്റെ പരിശക്രമം അനുസരിച്ചു കൊണ്ടാണ് ക്ഷേത്ര നിർമ്മിതിയുടെ ഉയരം അല്ലെങ്കിൽ അളവുകൾ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ വലുപ്പം അനുസരിച്ചുകൊണ്ട് ആനുപാതികമായിട്ടുള്ള ഒരു ദണ്ഡ് വ്യവസ്ഥയാണ് ക്ഷേത്രത്തിനുള്ളത്. അത് കേവലം ായിട്ടുള്ള ഒരു നിർമ്മാണ രീതിയല്ല, മറിച്ച് അതൊരു സമമിതിയുടെ ഒരു എന്താ പറയാ, ഒരു സിമെട്രിക്കലും അതോടൊപ്പം തന്നെ ഒരു പ്രൊപ്പോർഷണലും ആയിട്ടുള്ള നിർമ്മിതിയാണ്. അതിനെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത് പരിശക്രമമാണ്. പരിശക്രമത്തിനനുസരിച്ചു കൊണ്ടുള്ള നിർമ്മാണ രീതി നമ്മൾ പഠിക്കും. അതിനുശേഷം ആലയങ്ങളുടെ അതിനുശേഷം ആലയങ്ങളുടെ ഉയരകൽപ്പന, ഒരു ക്ഷേത്രത്തിന്റെ
ചുറ്റളവിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അതിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആനുപാതികത എന്നുള്ളത്. അതിന്റെ ഉയരകൽപ്പനയെക്കുറിച്ചും അതിനുശേഷം അധിഷ്ഠാന കൽപ്പനകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള തറയുടെ പഞ്ചവർഗങ്ങളുടെ വിന്യാസക്രമങ്ങൾ. പല ക്ഷേത്രങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ പല തരത്തിലുള്ള അധിഷ്ഠാനങ്ങളാണ് കാണാറുള്ളത്. അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അധിഷ്ഠാന ക്രമത്തെക്കുറിച്ചും അതിന്റെ അളവ് സമ്പ്രദായത്തെക്കുറിച്ചും അതിന്റെ അംശക്രമങ്ങളെ കുറിച്ചിട്ടും നമ്മൾക്ക് ക്ലാസ്സുകളുണ്ട്. അതിനോടൊപ്പം തന്നെ അധിഷ്ഠാന ഭേദങ്ങൾക്ക് ശേഷം അധിഷ്ഠാനത്തിന്റെ അലങ്കാരങ്ങൾ, അധിഷ്ഠാനത്തിൽ സ്വീകരിക്കപ്പെടുന്ന അലങ്കാരങ്ങള്, അധിഷ്ഠാനത്തിൽ ഉൾപ്പെടാത്ത ഉപപീഠത്തെയും പത്മവാതുകത്തെയും കുറിച്ചുള്ള ക്ലാസ്. അതിനുശേഷം പ്രണാളം അഥവാ ഓവ്, അതിന്റെ അളവും അതിന്റെ സങ്കല്പങ്ങളും, സോപാനം, ഭിത്തി അലങ്കാരങ്ങള്, ക്ഷേത്രദ്വാരം, മുഖമണ്ഡപം, ഉത്തരം, നമസ്കാര മണ്ഡപം, പഞ്ചപ്രാകാരങ്ങൾ, ചുറ്റമ്പലം, ബലിപീഠങ്ങള്, ധ്വജസ്തംഭം, സ്വരൂപ ബിംബലക്ഷണം, ശിവലിംഗ തത്വം, ശിവലിംഗ നിർമ്മിതിയുടെ അടിസ്ഥാനക്രമങ്ങള്, നിർമ്മാണ വസ്തുക്കളുടെ ഭേദങ്ങള്, അതിന്റെ ഉത്തമ മധ്യമാധമ പുംസ്ത്രീ നപുംസലിംഗാദികളായിട്ടുള്ള വ്യത്യസ്തതകള്, അതിനോടൊപ്പം ജീർണോദ്ധാരണമായിട്ട് അടിസ്ഥാനപരമായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുടെ വിധികള്, ദേവാലയ പ്രവേശന അനുഷ്ഠാനങ്ങള്, അതിനെ കുറിക്കുന്ന സംബന്ധിക്കുന്ന നിയമങ്ങള്, ഇത്രയും വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് നമ്മളുടെ ഒരു സിലബസ്. അതിനെ 2 ഭാഗങ്ങളായിട്ട് ആണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പരമാവധി 25 ക്ലാസ്സുകളാണ് ഉണ്ടാവുന്നത്. 25 ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് നിങ്ങളുടെ ഇവാലുവേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറാണ് നമ്മൾക്ക് വിഷയം കൈകാര്യം ചെയ്യുന്നത്. തുടർന്നുള്ള 15 മിനിറ്റ് നിങ്ങളുടെ സംശയ ദൂരീകരണത്തിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചില വിഷയങ്ങളെ അടിസ്ഥാനപരമായിട്ട് വിഷയങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇത് ക്ലാസ് ചിലപ്പോൾ കുറച്ച് നീണ്ടു പോവുകയോ അല്ലെങ്കിൽ സംശയങ്ങളിൽ അധികം ഉണ്ടെങ്കിൽ ക്ലാസ് നീണ്ടു പോവുകയോ അതിനനുസരിച്ചുകൊണ്ട് സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ വിഷയത്തിനെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയുണ്ട്. അത്തരത്തിലുള്ള ക്ലാസ്സുകളെയാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തില് ഇന്ന് ഈ കോഴ്സിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കേണ്ടത് അജയലാൽ സാറായിരുന്നു. പക്ഷെ സാറിന് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സൂചിപ്പിച്ചത്. അതോടൊപ്പം ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളത് കൊണ്ട് നേരിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ രാധാകൃഷ്ണൻ ശിവൻ എന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കരമന അടുത്ത് കാലടി എന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്താണ് താമസം. ഞാൻ സംസ്കൃത സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സംസ്കൃത സർവകലാശാലയിൽ വാസ്തുവിദ്യയിൽ നിന്ന് MPhil PhD നേടി അവിടെ തന്നെ അധ്യാപകനായിട്ട് 2013 മുതൽ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. മാത്രമല്ല കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഗൃഹങ്ങൾക്കും ദേവാലയങ്ങൾക്കും അതിന്റെ നിർമ്മാണത്തില് ഒരുപാട് ചെയ്യാൻ സാധിച്ച ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിന്റെ സ്ഥപതിയാണ്. അതോടൊപ്പം ആലപ്പുഴയിലും കണിച്ചുകുളങ്ങര അടക്കമുള്ള വെള്ളാപ്പള്ളി ഫൗണ്ടേഷൻ പ്രസിഡന്റായിട്ടുള്ള കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെയും സ്ഥപതിയാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ക്ഷേത്രം നിർമ്മിക്കാൻ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം വാസ്തുപരമായിട്ടുള്ള ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വാസ്തുപരമായിട്ടുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ ക്ഷേത്ര ദേവാലയ വാസ്തു എന്നുള്ള വിഷയത്തിൽ മറ്റ് സംസ്കൃത സർവകലാശാലയുടെ വാസ്തു വിഷയത്തിലും കോഴ്സുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് പൊതുവെ നമ്മളുടെ ഒരു വിഷയത്തിന്റെ ഒരു സംക്ഷേപം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ നേരിട്ട് വിഷയത്തിലേക്കല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ളതോ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിഷയാടിസ്ഥാനമായിട്ടും ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ചകൾക്കും നമുക്ക് സമയം കണ്ടെത്താം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇന്ന് എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും
സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ക്ഷേത്രവാസ്തുവിന് ഏറ്റവും നല്ല ബുക്ക് ഏതാണ് സാർ? ക്ഷേത്രവാസ്തു എന്നുള്ള ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊതുവായിട്ട് കേരളീയ ദേവാലയ വാസ്തു സങ്കല്പങ്ങളെ കുറിച്ചാണ്. അതിന്റെ ഒരു നിയമങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ശ്രീകുമാരന്റെ ശില്പരത്നം എന്ന ഗ്രന്ഥവും തന്ത്രസമുച്ചയം എന്നുള്ള 2 ഗ്രന്ഥങ്ങളാണ് പൊതുവെ നമ്മൾ ഈ പഠനത്തിനായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു നിയമങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വ്യത്യസ്തതകൾ പറയുന്നുണ്ടെങ്കിൽ അതുകൂടി സൂചിപ്പിച്ച് പോകും എന്നുള്ളത്. പ്രധാനമായിട്ടും 2 പുസ്തകങ്ങൾ എന്നുള്ളത് തന്ത്രസമുച്ചയവും ശില്പരത്നവുമാണ്. പ്രിന്റഡ് നോട്ട്സ് ആണോ അതോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പ്രിന്റഡ് നോട്ട് ആണോ അല്ലാത്ത നോട്ട്സ് ആണോ തരുന്നത്? ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതിയെടുക്കാം. ഓരോ ക്ലാസ്സിന് ശേഷവും ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള നോട്ട് അയച്ചു തരും. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറിച്ച് വെക്കണമെങ്കിൽ കുറിച്ച് വെക്കാം. ക്ലാസ് കഴിഞ്ഞാൽ 1.5 മണിക്കൂറുള്ള ക്ലാസ്സിന്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് തരും. അത് ചിലപ്പോൾ 4 പേജാവാം 5 പേജാവാം. വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 10-15 പേജ് വരെ ഉള്ള ചില വിഷയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയോ ചെയ്യാം. സാറേ നമസ്കാരം. ഈ പറഞ്ഞ സിലബസുകളെ ഈ പറഞ്ഞ കാലാവധിയിൽ തീരുന്നതാണോ ഇത്രയും സാർ ഇവിടെ സൂചിപ്പിച്ച ആ ഒരു കണ്ടന്റ്? അല്ല, 25 ക്ലാസ്സുള്ള 2 ഭാഗങ്ങൾ, അതായത് ഒരു വർഷത്തെ കോഴ്സായിട്ടാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 25 50 കോഴ്സുകൾ, 50 മണിക്കൂറുകൾ എന്നുള്ള ഉദ്ദേശത്തിന് നിങ്ങൾ വിഷയങ്ങളെ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്ലാസ് കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻസ് കിട്ടുമ്പോൾ കൂടുതൽ കേൾക്കണമെങ്കിൽ കേൾക്കാം. സംശയമുള്ള പക്ഷത്തിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർക്കാൻ പറ്റും. ഒരു വിഷയം പഠിച്ചാൽ നമ്മൾ അത് പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിഷയം പറഞ്ഞു പോവും. അതിൽ സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചോ തീർക്കാം. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യത്യസ്തമായിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് അല്ലേ. കുറച്ച് പേർക്ക് വാസ്തു അറിയുന്നുണ്ടാവാം, കുറച്ച് പേര് വാസ്തു പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം, ചിലര് ദേവാലയ വാസ്തു തന്നെ കോഴ്സ് കഴിഞ്ഞവരുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഈ ഗ്രഹിക്കുക എന്നുള്ള കപ്പാസിറ്റി തന്നെ പലർക്കും പലതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡ് വേർഷൻ കിട്ടുമ്പോൾ മനസ്സിലാവാത്ത ഭാഗങ്ങൾ കൂടുതൽ കേൾക്കുക, മനസ്സിലാവാത്ത വിഷയങ്ങൾ അന്ന് തന്നെ ചോദിക്കുക. ഒരു തവണ ക്ലാസ് കേട്ട് നോട്ട് വായിച്ചിട്ട് മനസ്സിലാവാത്ത വിഷയങ്ങളെ പിന്നീട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു വിഷയത്തെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് സൂചിപ്പിച്ച് പോവും. അത് പലതവണ കേൾക്കുകയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയോ. അപ്പൊ നമ്മളൊരു ഗണിത പദ്ധതി ചില ഭാഗങ്ങൾ വരുമ്പോൾ ഗണിതമാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ 1-2 ഉദാഹരണങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കും. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു എഫർട്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഏറ്റവും ഉചിതമായ സമയം 1 വർഷത്തിനകത്ത് പൂർണ്ണമായിട്ടും ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അത് കുറച്ച് നമ്മളുടെ ഒരു എഫർട്ട് കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം അതും കൂടി ഉണ്ടാവണം. നമുക്ക് ഇൻ കേസ് ചിലപ്പോൾ ഒരു ക്ലാസ് മിസ്സായാലും അതിന്റെ റെക്കോർഡിങ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, പിറ്റേ ദിവസം കേൾക്കാനായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമൺ ഗ്രൂപ്പിലാണ്. അതിനുശേഷം ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറ്റും. ആ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് അതായത് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് മാത്രം ഉള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് ഓരോ ക്ലാസിന്റെയും റെക്കോർഡഡ് വേർഷൻ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മെയിൽ ID വെച്ച് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് പലതവണ കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസം വരെയാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു വിഷയത്തിന്. അത് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ മാക്സിമം ഒപ്പം പഠിച്ചു പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. ക്ലാസ് എല്ലാം അവിടെ ഉണ്ട്, പിന്നീട് കേൾക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡിലീറ്റ് ആയി പോകും.
അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ക്ലാസ്സിനെ വരാത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം, പങ്കെടുത്ത ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. ഒരു 2 ആഴ്ച സമയം വരെ അത് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ തരുന്ന ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് മാത്രം തുറക്കാൻ പറ്റുന്ന ലിങ്ക് ആയിരിക്കും. മറ്റൊരാൾക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ മൊബൈലിൽ നിന്നല്ലാതെ അത് കാണാൻ പറ്റില്ല. നമസ്തേ. ക്ലാസ് എങ്ങനെ ആയിരിക്കും? എല്ലാ ദിവസവും വൈകുന്നേരം ആയിരിക്കും? അതോ മാസത്തിൽ എത്രണ്ണം വീതമായിരിക്കും? മാസത്തിൽ 4 ക്ലാസ് ആണ് ഉള്ളത്. മിക്കവാറും അത് വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വ്യാഴാഴ്ച ദിവസം മറ്റൊരു ക്ലാസ് ഉള്ളതിനാൽ കഴിഞ്ഞ തവണ ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളെടുത്ത്, ചിലപ്പോൾ അടുത്ത മാസം മുതൽ ചൊവ്വാഴ്ച ആക്കാൻ കുറെ ക്ലാസ്സുകൾ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അടുത്ത മാസം മുതൽ ചൊവ്വാഴ്ച ആവാം. അതല്ലെങ്കിൽ ചൊവ്വയോ വ്യാഴമോ രാത്രി 8:30. അപ്പൊ ഒരു മാസത്തിലെ ക്ലാസ് ആ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഏതൊക്കെ ദിവസമാണ് എന്നുള്ളത് ആദ്യമേ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. അപ്പൊ ഒരു മാസത്തിൽ 4 ക്ലാസ്സുകളാണ് ഉള്ളത്. അത് ഏത് ദിവസങ്ങളാണ്? മിക്കവാറും ചൊവ്വാഴ്ചകളാണെങ്കിൽ 4 ചൊവ്വാഴ്ചകൾ, വ്യാഴാഴ്ചകളാണെങ്കിൽ 4 വ്യാഴാഴ്ചകളിൽ കൃത്യം സമയം 8:30 തന്നെയാണ്. 8:30 മുതൽ 9:45 വരെയാണ് നമ്മുടെ ക്ലാസ്. ആ ക്ലാസ്സിന്റെ സമയം ക്ലിപ്താണ്, അതിൽ മാറ്റമൊന്നുമില്ല. ദിവസം ഏത് ദിവസമാണ് ഉള്ളതെന്ന് ആ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും. മറ്റെന്തെങ്കിലും ഉണ്ടോ? ശരി. ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കേവലം ലെക്ചർ മാത്രമല്ല, നമ്മൾ ഇത് സ്ക്രീൻ പ്രസന്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും സംസ്കൃത ശ്ലോകങ്ങൾ മലയാളത്തിൽ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് അതിൽ സ്ക്രീനിൽ തന്നെ വായിക്കാൻ പറ്റും. അതോടൊപ്പം പറയുന്ന വിഷയങ്ങളെ അതിന്റെ ചിത്രസഹിതം നമുക്ക് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഗണിത പ്രക്രിയ ചെയ്യുന്ന സമയത്ത് ബോർഡിന്റെ സഹായത്താൽ നമ്മൾ ബോർഡിൽ എഴുതി കാണിക്കും. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളിൽ നോട്ട് പുസ്തകവും പേനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോടൊപ്പം ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഒരു ഹൈബ്രിഡ് മോഡൽ എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കേവലം ലെക്ചർ മാത്രമല്ല, അതിന് ഒരു സ്ക്രീൻ പ്രസന്റേഷനും ശ്ലോകങ്ങളുടെ ഒരു പ്രസന്റേഷനും അതോടൊപ്പം ഗണിത പ്രക്രിയകളുടെ ഒരു ലൈവ് ഡെമോ ചേർത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമല്ലോ സാറേ. ശരി ശരി. ഓക്കെ, എല്ലാവർക്കും നമസ്തേ. താങ്ക് യു. നമസ്കാരം.